കാരയ്ക്കൽ തിരുവന്തം. തിരുവല്ലയുടെ ദേശദേവനായ ശ്രീവല്ലഭസ്വാമിയുടെ ഉത്രശിവേലി ഉത്സവത്തിനായി തിരുവാലന്തുരുത്തി ഭഗവതി മീനമാസത്തിലെ മകയിരം നാളിൽ കൊടിയേറി 5-ാം ദിവസത്തെ ആറാട്ട് പുറപ്പാടിൽ, അതായത് ആയില്യം നാളിൽ, ഏകദേശം സന്ധ്യ കഴിഞ്ഞ് പെരിങ്ങര ലക്ഷ്മീനാരായണ ക്ഷേത്രത്തിലെ ജീവിതകളിക്കും മണിപ്പുഴ മറ്റത്തിൽ കുളത്തിലെ ആറാട്ടിനും കുരിശിമന ഭഗവതിയുടെ കൂടിപ്പൂജയ്ക്കും ശേഷം കാരയ്ക്കൽ ഭാഗത്തേക്ക് പുറപ്പെടുന്നു. ഈ പുറപ്പാടിൽ പെരിങ്ങര പുതുക്കളങ്ങര ശ്രീ ഭഗവതി ക്ഷേത്രം മുതൽ കാരയ്ക്കൽ കരക്കാർ താലപ്പൊലി, വായ്ക്കുരവ, ആർപ്പോവിളികൾ, വാദ്യമേളങ്ങൾ എന്നിവയുടെ അകമ്പടിയോടെ ഭഗവതിയെ സ്വീകരിച്ച് കൂട്ടുമേൽ ഭഗവതി ക്ഷേത്രത്തിന് പടിഞ്ഞാറ് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ആൽത്തറയോട് ചേർന്നുള്ള പന്തലിലേക്ക് ആനയിക്കുന്നു. ക്ഷേത്രം ഭാരവാഹികൾ ഭഗവതിയുടെ ഉടമസ്ഥാവകാശികളായ മൂസദിന് ദക്ഷിണ നൽകുകയും ദക്ഷിണ സ്വീകരിച്ച് ഭഗവതിയുടെ വിളക്കിൽ നിന്ന് ഒരു പന്തം കത്തിച്ച് കരക്കാർക്ക് നൽകുകയും ചെയ്യുന്നു. ഇതോടെ തിരുവന്തത്തിന്റെ ചടങ്ങുകൾ ആരംഭിക്കുകയായി. ഭഗവതിമാരുടെ ഉത്സവം കഴിഞ്ഞ് 1 വർഷം ആകുമ്പോഴേക്കും ഗ്രാമത്തിലുണ്ടാകുന്ന എല്ലാ ദുഷ്ടശക്തികളെയും പന്തത്തിൽ ആവാഹിച്ച് ഭഗവതി എഴുന്നള്ളുന്ന സമയത്ത് ഭഗവതിക്ക് മുമ്പിൽ ഒഴിഞ്ഞ് ദുഷ്ടശക്തികളെ ഇല്ലാതാക്കുന്നു. തിരുവന്തത്തിന് പൊതുവായി ഏതാനും ചടങ്ങുകളുണ്ട്. ഭഗവതിയെ സ്വീകരിച്ച് ആനയിച്ച് ക്ഷേത്രത്തിന് സമീപം എത്തിക്കുക, ഉടമസ്ഥാവകാശമുള്ള കൈസ്ഥാനീയരായ മൂസദന്മാർക്ക് ദക്ഷിണ നൽകുക, വിളക്കിൽ നിന്ന് ദീപം പകർന്നു നൽകുക, തിരുവന്തം എന്ന ദീപശിഖ സഞ്ചയം എഴുന്നള്ളിച്ച് ഭഗവതിയുടെ മുമ്പിൽ തേരുകളി നടത്തുക, താലപ്പൊലി, പായ്ക്കുരവ, ആർപ്പോവിളി, വാദ്യമേളാദികളോടെ ഭഗവതിയെ സ്വീകരിച്ച് ക്ഷേത്രനടയിലെത്തിച്ച് പറ നൽകുക. ശേഷം തിരുനടയിൽ ഭഗവതിയുടെ ജീവിതകളി അരങ്ങേറുന്നു. അതിനുശേഷം ഭഗവതിക്ക് കരക്കാർ യാത്രയയപ്പ് നൽകുന്നു. ഇത്തരം ചിട്ടയോടെയുള്ള തിരുവന്ത ചടങ്ങുകൾ ഏതാനും ചില ക്ഷേത്രങ്ങളിൽ മാത്രമേ ഇന്ന് കണ്ടുവരുന്നുള്ളൂ. പണ്ട് കാരയ്ക്കൽ തിരുവന്തം കാരയ്ക്കൽ 845-ാം നമ്പർ NSS കരയോഗത്തിന്റെ നേതൃത്വത്തിലായിരുന്നു നടന്നിരുന്നത്. എന്നാൽ ഇപ്പോൾ ക്ഷേത്രം ഉപദേശക സമിതിയുടെ നേതൃത്വത്തിലാണ് ഈ ചടങ്ങുകൾ നടക്കുന്നത്. ജീവിതകളി എന്ന് പറഞ്ഞാൽ മൂലാധാരം മുതൽ ദ്വാദശാരപത്മം വരെയുള്ള 6 മണ്ഡലങ്ങളെയാണ് പ്രതിനിധീകരിക്കുന്നത്. അവിടെയെല്ലാമാണ് ജീവിതകളികൾ നടക്കേണ്ടത്. ഭഗവതിമാർ ഓരോരോ കരകളിൽ ചെന്ന് അതാത് മണ്ഡലങ്ങളുടെ സ്ഥാനത്ത് മാത്രമേ ജീവിതകളികൾ പാടുള്ളൂ എന്നാണ് നമ്മുടെ ഈ എഴുന്നള്ളിപ്പിൻ്റെ പ്രത്യേകത. താളത്തിൽ വൃത്താകൃതിയിലുള്ള ചൂടുകളുടെ ഒരു സഞ്ചയമാണ് ജീവിതകളി. ഇതിനായി 2 വീക്കച്ചെണ്ടയും ഒരു ഇലത്താളവും ഉപയോഗിക്കുന്നു. അടന്ത, ചെമ്പ എന്നീ രീതിയിലുള്ള താളമാണ് ജീവിതകളിയിൽ സാധാരണയായി വായിച്ച് കേൾക്കുന്നത്.
ജീവിതകളിയുടെ അവസാന ഭാഗത്തിൽ നടയിൽ നിന്ന് വടക്കോട്ട് തിരിഞ്ഞ് കൂട്ടുമേൽ പാലം കടന്ന് ഭഗവതി ആലന്തുരുത്തിക്ക് യാത്രയാകും. ഇതോടെ തിരുവന്തം എന്ന ഉത്സവം പൂർണ്ണമാകുന്നു.